ഹായ്, മൈ മസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാനിവിടെ ഒരു ഡെസേർട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബനോഫി പൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ബനോഫി പൈ എന്ന് വെച്ചാൽ ബനാനയും ടോഫി, ഇതാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോ കൊഴുപ്പിര കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും അത് കാണണം. പിന്നെ ഇപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ മൈ മസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോ എങ്ങനെ അപ്പൊ നമുക്ക് ഇനിയും റെസിപ്പി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമുലിന്റെ ഒരു കണ്ടൻസ് മിൽക്ക് ആണ്. അതിനുശേഷം ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അത് നിറയെ വെള്ളം ഒഴിച്ച് ഈ അമുലിന്റെ ടീൻ അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ പ്രഷർ കുക്കർ മൂടി വെച്ചിട്ട് വെയിറ്റ് ഇടണം. ഞാൻ വെയിറ്റ് ഇട്ട വീഡിയോ ഫൂട്ടേജ് എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് എല്ലാവരും മറക്കാതെ വെയിറ്റ് ഇടുക. ഒരു വിസിൽ അടിച്ചിട്ട് ആവി പോയതിന് ശേഷം അത് തുറക്കുക. ഇനി ഈ കണ്ടൻസ് മിൽക്ക് നമുക്കൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പുഡിങ്ങിന്റെ ബേസ് ലെയർ ആണ് നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതിനായി നമ്മൾ 3 പാക്കറ്റ് ഡൈജസ്റ്റീവ് ന്യൂട്രിചോയ്സിന്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പുഡിംഗ് ഡിഷിലോട്ട് ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു സ്പൂൺ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബേസ് ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു. നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ച് ടോഫി നമുക്ക് ഒരു ലെയർ ആയിട്ട് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത 2 ലെയർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 5 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് 2 ലെയർ ആയിട്ട് മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ടോപ്പിംഗ് തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാക്കറ്റ് അമുലിന്റെ ഫ്രഷ് ക്രീം ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി. അതിനുശേഷം നമുക്ക് ഈ ടോപ്പിംഗ്സ് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ബാനോഫി പൈ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഡയറി മിൽക്ക് പീസസ് ആയിട്ട് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ബനോഫി പൈയുടെ 4 ലെയേഴ്സ് ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി ക്രീം ഒക്കെ ഒന്ന് തിക്ക് ആകാൻ വേണ്ടി നമുക്കിതൊരു 4 hours ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ബനോഫി പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരവും തണുപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മൈ മസ് കിച്ചൻ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ